ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജേർണി വിത്ത് ഇസ്മു. സോ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ദിവസം എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചകളായി നമ്മൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പം പഠിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഞാൻ എടുക്കുന്നത് ഒരു സൺഡേ ആണ്. പക്ഷേ സൺഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും മുട്ട കഴിക്കണമെന്ന് പറഞ്ഞ പോലെ സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും നമുക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് 10 മണിക്കാണ് ട്യൂഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ രാവിലെ പതുക്കെ എണീക്കാമെന്ന് വിചാരിച്ചു. പതുക്കെയെന്ന് വിചാരിച്ചാൽ ഒരു 6:15 ആയപ്പോൾ ഞാൻ എണീറ്റു. പിന്നെ ചെന്നിട്ട് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സൂര്യൻ കൊച്ചേട്ടനെ ഞാൻ കണ്ടു. പക്ഷെ ചെടിയിലൊക്കെ മഴ പെയ്തതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു. മഴ പെയ്ത് നനഞ്ഞൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. രാത്രി നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു. രാവിലെ ആ ദിവസമൊന്നും മഴയില്ലായിരുന്നു, പക്ഷെ നല്ല സണ്ണി ഒരു വാം ഡേ ആയിരുന്നു. സൂര്യനെയൊക്കെ കണ്ടു. ഇതിപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് വീഡിയോ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂടുള്ളൊരു പാല് കുടിച്ചു. ഇങ്ങനെ ഗാർഡനിൽ ഇങ്ങനെ പാലോ ചായ ഇങ്ങനെ കുടിച്ച് നടക്കാൻ ഒരു നല്ലൊരു വൈബാണ് ഈ രാവിലെയൊക്കെ ടൈമിൽ. പിന്നെ അടുക്കളയിൽ ചെന്നോക്കിയപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്പെഷ്യലാക്കാമെന്ന് കരുതി. അതായത് കഴിഞ്ഞ ദിവസം, ഇത് എടുക്കുന്നതിന് തലേ ദിവസം ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ബ്രെഡ് ഇരിക്കുമ്പം ബ്രെഡ് എപ്പോൾ വാങ്ങിച്ചാലും എനിക്ക് ബ്രെഡ് ഓംലേറ്റ് എപ്പോഴും ഉണ്ടാക്കണം. അപ്പം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു സിമ്പിൾ ബ്രെഡ് ഓംലേറ്റ് റെഡിയായി. ബ്രെഡ് ഓംലേറ്റും പിന്നെ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, അതും പിന്നെ നമ്മുടെ നോർമൽ വെള്ളം കട്ടൻ അതൊക്കെ കുടിച്ചു. ഇനി ഞാൻ ട്യൂഷന് പോകാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞു. അപ്പം ഞാൻ ട്യൂഷന് പോകാൻ റെഡിയാവാണ്. 10 മണിക്കായിരുന്നു ട്യൂഷൻ. 10 to 1 മണി വരെ, 10 to 1 മണി വരെ ആയിരുന്നു ട്യൂഷൻ. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ വാച്ച് എല്ലാം മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ബട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് നല്ല വിശപ്പായിട്ട് കഴിച്ചുകൊണ്ട് എടുക്കാൻ മറന്നു വീഡിയോ എടുക്കാൻ. പിന്നെ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒരു കലാവിരുത് ചെയ്തതാണ് നേരത്തെ കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പഠന വിഷയത്തിലോട്ട് വരാം. ഇത് നാളെ സ്കൂളിലത്തേക്കുള്ള വർക്കും കൂടിയാണ്. നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഇപ്പം നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വൈകുന്നേരമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. വൈകുന്നേരം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പം പിന്നെ ഞാൻ രാവിലത്തെ ഉപ്മാവ് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഉപ്മാവായിരുന്നു, പക്ഷേ ഞാൻ ബ്രെഡ് ഓംലേറ്റാണ് കഴിച്ചത്. ഉപ്മാവും കഴിച്ച് നമ്മുടെ കട്ടൻ ചായയും കുടിച്ചു. അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബുക്ക് വായിക്കാമെന്ന് കരുതി. ഈ ബുക്ക് വാങ്ങിച്ചിട്ട് കുറേ കാലങ്ങൾ ഇതുവരെ ഞാൻ വായിച്ച് തീർത്തില്ല. അങ്ങനെ പിന്നെ ബുക്കൊക്കെ വായിച്ചു. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് നല്ല ചൂട് മാഗി കഴിച്ചു. അങ്ങനെ മാഗിയൊക്കെ കഴിച്ച് വിശപ്പൊക്കെ അടക്കിയിട്ട് പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നു. ഇത് സ്കൂളിലത്തേക്കും ട്യൂഷനിൽ വർക്കുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടക്കണം. അപ്പം പിന്നെ ഫസ്റ്റ് ഞാൻ മാത്സിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇത് സ്കൂളിലത്തേക്കുള്ള ഹോംവർക്കാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മാത്സ് പഠിച്ചിട്ട് അടുത്ത് കെമിസ്ട്രിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫസ്റ്റ് 2 ചാപ്റ്ററും ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ പഠിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. തീർന്നിട്ടില്ല. യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിലെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വർക്ക്സൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതായിരുന്നു രാത്രിയിലത്തെ ഫുഡ്. ചോറും അച്ചാറും പപ്പടവും തോരനും കറിയൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ട്. അങ്ങനെ പിന്നെ തുണിയൊക്കെ മടക്കി സെറ്റാക്കി ബാഗൊക്കെ റെഡിയാക്കി. അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.